Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Activity 1. The fireman gave an award to Dilna. She became very happy. She wrote her feelings in her diary. What would be her diary entry? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫയർമാൻ ദിൽനയ്ക്ക് അവാർഡ് കൊടുത്തു. അവൾക്ക് വളരെ സന്തോഷമായി അങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ അല്ലേ. അവൾ അവളുടെ ഡയറിയിൽ അന്നത്തെ ഫീലിങ്സ് എഴുതുകയാണ്. എന്തൊക്കെയായിരിക്കും അവൾ എഴുതിയിട്ടുണ്ടാവുക ആ അവാർഡ് കിട്ടിയ ദിവസം? നമുക്കറിയാം അല്ലേ, ഡയറി എഴുതുമ്പോൾ അന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ദിൽനയുടെ അന്നത്തെ ഡയറിയിൽ അവളുടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും ദിൽനയുടെ ഡയറി. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 25th June 2025 മൺഡേ, തിങ്കളാഴ്ച എഴുതുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ. ഞാനൊരു റിയൽ ഹീറോ ആയി ഇന്ന്. ഐ സേവ്ഡ് മൈ മദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫയർമാൻ. ഞാൻ എൻ്റെ അമ്മയെ രക്ഷിച്ചു ഫയർമാൻമാരുടെ സഹായത്തോടെ. ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ ബ്രദർ ഇൻ ദ ബാക്ക് യാർഡ്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ മുറ്റത്ത് കളിക്കുകയായിരുന്നു. ഇറ്റ് വാസ് അബൌട്ട് ടു റെയിൻ. വി ക്വിക്ക്ലി റാൻ ടു ദ കിച്ചൺ ആൻഡ് ഗ്രാബ്ഡ് കുക്കീസ്. ഞാനും അനിയനും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ വന്നു. പെട്ടെന്ന് ഓടി ഞങ്ങൾ കിച്ചണിലെത്തി. എന്നിട്ട് കുക്കീസൊക്കെ ഇങ്ങനെ എടുത്തു കഴിച്ചു. മൈ ബ്രദർ ഇസാക്ക് കോൾഡ് ദ മദർ ബട്ട് ദർ വാസ് നോ റിപ്ലൈ. എൻ്റെ ബ്രദർ അമ്മയെ വിളിച്ചു, പക്ഷേ ഒരു റിപ്ലൈയും കിട്ടിയില്ല. വി വെൻറ്റ് ടു ദ ലിവിങ് റൂം. ഷീ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. അങ്ങനെ ഞങ്ങൾ ലിവിങ് റൂമിൽ പോയി. അപ്പോൾ അമ്മ അവിടെ മയങ്ങി വീണ് കിടക്കുകയായിരുന്നു. ഐ കോൾഡ് ഹെർ ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. ഞാൻ അവരെ കുലുക്കി വിളിച്ചു, പക്ഷേ അമ്മ എണീറ്റില്ല. ഷീ ഡിഡിൻറ്റ് മൂവ്. ഐ വാസ് സ്കെയേർഡ് ബട്ട് ഐ സ്റ്റേയ്ഡ് കാം. ഞാൻ ആകെ ഭയന്നു, പക്ഷേ ഞാൻ സമചിത്തതയോടെ അത് കൈകാര്യം ചെയ്തു. എങ്ങനെയാണ്? ദെൻ ഐ കോൾഡ് 101 ദ എമർജൻസി നമ്പർ ടു ദ ഫയർ സ്റ്റേഷൻ. ഞാൻ എന്ത് ചെയ്തു? 101ലേക്ക് വിളിച്ചു. എമർജൻസി നമ്പറാണ് ഫയർ സ്റ്റേഷനിലെ. സഡൻലി ദ ഫയർമാൻ കെയിം ആൻഡ് ഹെൽപ്ഡ് മൈ മദർ ടു വേക്ക് അപ്പ്. പെട്ടെന്ന് തന്നെ ഫയർമാൻ വന്നു എൻ്റെ അമ്മയെ രക്ഷിച്ചു. ദേ അപ്രീഷിയേറ്റഡ് മീ ആൻഡ് സെഡ് യു ആർ ദ റിയൽ ഹീറോ. അവരെന്നെ അഭിനന്ദിച്ചു, എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു യഥാർത്ഥ ഹീറോ ആണെന്ന്. അറ്റ് ദാറ്റ് ടൈം ഐ ബിക്കെയിം വെരി ഹാപ്പി. ആ സമയത്ത് എനിക്ക് വളരെ സന്തോഷമായി. ഐ റിയലൈസ്ഡ് ദാറ്റ് ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ വി ക്യാൻ കോൾ 101 ആസ് മൈ ഗ്രാൻഡ് മദർ സെഡ്. ഷീ ടോട്ട് മീ എ ഗ്രേറ്റ് ലെസൺ. എൻ്റെ മുത്തശ്ശിയാണ് പറഞ്ഞത് എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ 101ൽ വിളിക്കണം എന്ന്. അമ്മൂമ്മയാണ് എനിക്കത് പഠിപ്പിച്ചു തന്നത്. താങ്ക്സ് ഫോർ ഓൾ. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നന്ദിയുണ്ട്. ശുഭരാത്രി. ഇതാണ് ദിൽന അന്ന് ഡയറിയിൽ എഴുതിയത്. സെക്കൻഡ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ചെക്ക് വെദർ ദർ ആർ ട്രൂ ഓർ ഫോൾസ്. കളർ ദ അപ്രോപ്രിയേറ്റ് ബോക്സസ്. ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ട്രൂ എന്നാൽ ശരി, ഫോൾസ് തെറ്റ്. ദിൽന ആൻഡ് ഇസാക്ക് വർ പ്ലേയിങ് ഇൻ ദ ലിവിങ് റൂം. ലിവിങ് റൂമിലാണോ അവർ കളിച്ചുകൊണ്ടിരുന്നത്? അല്ല അല്ലേ, അവർ ബാക്ക് യാർഡിലാണ്. അപ്പോൾ അത് തെറ്റല്ലേ, ഫോൾസ്. ദ ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹെർ അപ്പ്. ഫയർമാൻ ദിൽനയുടെ അമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്തു. ശരിയാണ് അല്ലേ, ട്രൂ. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ മദർ. അവളുടെ അമ്മയുടെ കൂടെയാണോ അവൾ ഗെയിം കളിച്ചിരുന്നത്? അല്ല, ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് കളിച്ചിരുന്നത്. അപ്പോൾ അത് ഫോൾസ് ആണ് അല്ലേ, മദറിൻ്റെ കൂടെ കളിച്ചു എന്നുള്ളത് തെറ്റാണ്. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ റിസീവ് ആൻ അവാർഡ്. ഫയർ സ്റ്റേഷനിലേക്ക് ദിൽന ക്ഷണിക്കപ്പെട്ടു ഒരു അവാർഡിന്. ശരിയാണ്, ട്രൂ. ദിൽന ഓവർകം ദ എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ദിൽന ആ ഒരു എമർജൻസി സിറ്റുവേഷൻ കവർ ചെയ്തത് എന്തുകൊണ്ടാണ്? അവൾക്ക് പഴയ എക്സ്പീരിയൻസ്, മുൻപ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്. മുത്തശ്ശിയുമായി കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ട്രൂ. കറക്റ്റ് ദ ഫോൾസ് സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. ഇനി തെറ്റായി തന്നിട്ടുള്ള സെൻറ്റൻസസ് കറക്റ്റായിട്ട് എഴുതാനും പറഞ്ഞിരിക്കുന്നു. ആക്ടിവിറ്റി 3, ലെറ്റ്സ് റീഡ് എ നോട്ടീസ്. ഒരു നോട്ടീസ് വായിക്കാം.
notice honoring our little hero, GLPS ശ്രീപുരം. ശ്രീപുരത്തുള്ള ഒരു കുട്ടിക്ക്, ഒരു ലിറ്റിൽ ഹീറോയ്ക്ക് ഓണർ അവാർഡ് ആദരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസാണ് January 12, 2025 at 2 p.m. School Auditorium. Dear friends, we are happy to invite you to a special program to honor Shruti, the recipient of the Ujjwala Balyam Award for developing a learning app for self-study. The program will be inaugurated by the Honorable Minister for Education. ആർക്കാണ് കൊടുക്കുന്നത് അവാർഡ്? ശ്രുതിക്കാണ്. ശ്രുതി എന്താ ചെയ്തത്? ഉജ്ജ്വല ബാല്യം അവാർഡാണ് കൊടുക്കുന്നത്. പഠിക്കുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തു. അതിനാണ് അവാർഡ് കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. എല്ലാവരും പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നതാണ് ആ നോട്ടീസ്. ദിൽന became a hero. She was invited to ചെരുവപ്പടി ഫയർ സ്റ്റേഷൻ to receive an award. Prepare a notice for the program. നമ്മുടെ ദിൽനയ്ക്ക് അവാർഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യണം. വെന്യൂ എവിടെയാണ്? ചെരുവപ്പടി ഫയർ സ്റ്റേഷൻ ഹാൾ. ഡേറ്റ് 10th July 2025. ടൈം 10 AM. ചീഫ് ഗസ്റ്റ് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ് ചീഫ് ഗസ്റ്റ്. അപ്പോൾ നമുക്ക് നോട്ടീസ് പ്രിപ്പയർ ചെയ്യാം. വെന്യൂ, ഡേറ്റ്, ടൈം, ചീഫ് ഗസ്റ്റ് ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുകളിൽ എഴുതണം. Dear friends, join us as we celebrate Dilna, a true hero. She will be receiving an award for her brave actions. The district collector will be our chief guest. All are welcome to the program. അപ്പോൾ നോട്ടീസിൽ എന്താണുള്ളത്? Join us as we celebrate Dilna, a true hero. ഞങ്ങളോടുകൂടി കൂടൂ, നമ്മളൊരു ട്രൂ ഹീറോയെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഷീ വിൽ ബി റിസീവിങ് ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവ് ആക്ഷൻസ്. അവൾ ധീരത കൊണ്ട് ഒരു അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അല്ലേ? ദ ഡിസ്ട്രിക്ട് കളക്ടർ വിൽ ബി അവർ ചീഫ് ഗസ്റ്റ്. ആരാണ് ചീഫ് ഗസ്റ്റ്? ഡിസ്ട്രിക്ട് കളക്ടറാണ് ചീഫ് ഗസ്റ്റ്. ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. ഇതാണ് നമ്മുടെ നോട്ടീസ്. ആക്ടിവിറ്റി 4. ദ ഫയർമാൻ ഹെൽപ്ഡ് ദിൽനാസ് മദർ വേക്ക് അപ്പ്. ഫയർമാൻ ഹെൽപ്പ് ചെയ്തു അല്ലേ ദിൽനയുടെ മദറിനെ എണീക്കാൻ. ദിൽന വിഷ്ഡ് ടു താങ്ക് ദം. ദിൽനയ്ക്ക് ആഗ്രഹം അവരോട് നന്ദി പറയാൻ. ഷീ മെയ്ഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ. എനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഓഫീസർ ഇൻ ദ ക്ലാസ്. അങ്ങനെ ദിൽന ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ആരാണ് കോൾ എടുത്തത്? അന്ന് കോൾ എടുത്ത ആ ലേഡി ഓഫീസർ തന്നെയാണ് അല്ലേ? Then write the conversation between Dilna and the officer. ദിൽനയും ആ ലേഡി ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിളിക്കുകയാണ്. ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെരുവപ്പടി. ദിൽന വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ദിൽന വിളിക്കുന്നത് ചെരുവപ്പടിയിൽ നിന്നാണ്. ഓ ഐ റിമെമ്പർ യു. ഹൗ ആർ യു ദിൽന? ഞാൻ നിന്നെ ഓർക്കുന്നു എന്ന് ആ ഓഫീസർ പറയുകയാണ്. ഹൗ ആർ യു? സുഖമായിരിക്കുന്നോ ദിൽന? അപ്പോൾ ദിൽന പറയുകയാണ്, ഐ ആം ഫൈൻ മാഡം. എനിക്ക് സുഖമാണ് മാഡം. വാട്ട് അബൌട്ട് യുവർ മദർ? ഈസ് ഷീ ഓക്കെ നൗ? അപ്പോൾ അമ്മയെക്കുറിച്ച് ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക്, സുഖമാണോ എന്ന് ചോദിക്കുകയാണ് ദിൽനയോട്. അപ്പോൾ ദിൽന, യെസ് മാഡം ഐ നോ. എനിവേ യു സേവ്ഡ് അവർ മദർ, താങ്ക് യു. അപ്പോൾ ദിൽന പറയാണ്, ശരി മാഡം, നിങ്ങൾ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു, അതിനെനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് എന്ന്. അപ്പോൾ ലേഡി ഓഫീസർ, ഓ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു ഹെൽപ്പ് അതേഴ്സ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എമർജൻസി സിറ്റുവേഷനിൽ മറ്റുള്ളവരെ സഹായിക്കുന്നത്. അപ്പോൾ ദിൽന പറയാണ്, താങ്ക് യു അഗെയിൻ മാഡം, വീണ്ടും നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് കോള് അവസാനിപ്പിച്ചു. ആക്ടിവിറ്റി 5. ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് ഷോ സം എമർജൻസി സിറ്റുവേഷൻസ്. ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ്. കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്? റൈറ്റ് ദം ബിലോ. ഇത് കൂടാതെ കുറച്ച് എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ, അതും എഴുതാൻ പറഞ്ഞിരിക്കുന്നു. തന്നിരിക്കുന്നത് ബോംബ് ബ്ലാസ്റ്റ്, അതുപോലെ തന്നെ ആക്സിഡൻറ്റ്, പിന്നെ ഫയർ ഇൻ ബിൽഡിങ്ങിനുള്ളിലെ തീ, ഫോൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ വീഴുന്നത്. ഇതുകൂടാതെ നമുക്ക് വെള്ളപ്പൊക്കം, ഫ്ലഡ്, എർത്ത് ഭൂമി കുലുക്കം, വൈൽഡ് ഫയർ, കാട്ടുതീ, ഇതൊക്കെ ഉണ്ട്. ഇതുകൂടാതെ ഇനിയും ഒരുപാട് എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ട്. കണ്ടുപിടിച്ച് എഴുതുക. ആക്ടിവിറ്റി 6. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കെയർഫുള്ളി.
താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ശരിക്ക് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദിൽന ആൻഡ് ഹെർ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. ദിൽനയും അവളുടെ ബ്രദറും ബാക്ക് യാർഡിൽ കളിക്കുകയായിരുന്നു. അവൾ ഓടി വാതിൽ തുറന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ദേ ആർ നെയിമിംഗ് വേർഡ്സ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ചില വേർഡ്സിന് അടിയിൽ വരച്ചിട്ടുണ്ട്. അതാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ദിൽന, ബാക്ക് യാർഡ്, ഡോർ, ഇതെല്ലാം. എന്താണ് നെയിമിംഗ് വേർഡ്സ്? നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, എനിമൽസ് ആൻഡ് തിങ്സ്. ആളുകളുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, മൃഗങ്ങളുടെ പേര്, എന്തെങ്കിലും സാധനത്തിൻ്റെ പേര്, ഇതിനെയൊക്കെയാണ് നമ്മൾ നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. ആ സ്റ്റോറിയിൽ നിന്ന് കുറച്ച് നെയിമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മളോട് ദിൽന, ബാക്ക് യാർഡ്, ഡോർ ഇങ്ങനെ 3 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിനി ദിൽന പേരാണ്. അതുപോലെ നമ്മുടെ സ്റ്റോറിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ബ്രദർ, മദർ, ഗ്രാൻഡ് മദർ, ഫയർമാൻ, ലേഡി ഓഫീസർ. ഇനി സ്ഥലങ്ങളോ? ബാക്ക് യാർഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെരുവപ്പടി, ഫയർ സ്റ്റേഷൻ. ഇനി സാധനങ്ങൾ, ഡോറ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെയുള്ള എന്തൊക്കെയുണ്ട്? അവാർഡ്, ഫോൺ, കുക്കീസ്, പ്ലേറ്റ്, ടേബിൾ. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയെ പറയുന്ന വേർഡാണ്. ദിൽന ഈസ് സ്കിപ്പിംഗ്, ചാടുകയാണ് ആ റോപ്പ് വെച്ചിട്ട് അല്ലേ, സ്കിപ്പിംഗ്. ഇനി ഇസാക്ക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ, മരത്തിൽ കയറുകയാണ്, ക്ലൈംബിംഗ് ദ ട്രീ. ദിൽന ഈസ് റീഡിംഗ് ദ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്, എന്താണ് ചെയ്യുന്നത്? വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ വാച്ചിങ് ദ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സുകളുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 8. ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ആർ ജംബിൾഡ്. അറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. നമ്മുടെ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന ആ ഒരു സ്റ്റോറിയിലെ കുറച്ച് സെൻറ്റൻസ് ഇങ്ങനെ ജംബിൾഡായിട്ട്, അതായത് കറക്റ്റ് ഓർഡറിലല്ല ഇട്ടിരിക്കുന്നത്, തിരിച്ചും മറിച്ചുമൊക്കെയാണ് ആ സെൻറ്റൻസ് ഉള്ളത്. അതൊന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം. ഇതിൽ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ദിൽന റഷ്ഡ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെൻലി എന്നാണ്. അമ്മയുടെ അടുത്തേക്ക് പോയി അവരെ കുലുക്കി വിളിച്ചു എന്നാണ്. അതാണോ സംഭവിച്ചത്? അല്ല അല്ലേ? എന്താണ്? ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ദിൽനയും ബ്രദറും ബാക്ക് യാർഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെന്താണ് സംഭവിച്ചത്? മഴ വന്ന അടുക്കളയിലേക്ക് ഓടി. അപ്പോൾ എന്താ കണ്ടത്? ദ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. ഒരു ടേബിളിൽ കുക്കീസ് ഒരു പ്ലേറ്റിൽ ഇരിക്കുന്നത് കണ്ടു. ദിൽന റഷ്ഡ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെൻലി. പിന്നെ അമ്മയെ വിളിച്ച് കാണാതായപ്പോഴാണ് അമ്മയെ തിരഞ്ഞതും അമ്മ താഴെ വീണ് കിടക്കുന്നതും അവരെ കുലുക്കി വിളിച്ചതും അല്ലേ? എന്നിട്ട് എന്താണ് ഉണ്ടായത്? ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. ഫോണിനടുത്തേക്ക് ഓടി 101-ൽ വിളിച്ചു. പിന്നെ 2 ഫയർമാൻ റഷ്ഡ് ഇൻ ടു ദ ഹൗസ്. 2 ഫയർമാൻ വീട്ടിലേക്ക് വന്നു. ദ മദർ സ്മൈൽഡ് അറ്റ് ദ ഫയർമാൻ ആൻഡ് താങ്ക്ഡ് ദം. എണീറ്റ അമ്മ അവരെ നോക്കി ചിരിച്ചു, താങ്ക്സ് പറഞ്ഞു. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദ ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി. ഇതാണ് ആ ഓർഡർ. നൗ ലെറ്റ് സീ സം അതർ ഹീറോസ് ഹൂ പ്രൊട്ടക്റ്റ് അസ്. എൻജോയ് ദ പോയം. നമ്മളെ സംരക്ഷിക്കുന്ന ചില ഹീറോസിനെ കുറിച്ചുള്ളതാണ് ഈ പോയം എന്ന് പറയുന്നത്. എവരിഡേ ഹീറോസ്, എല്ലാ ദിവസവും ഉള്ള വർക്ക് ചെയ്യുന്ന ഹീറോസ് എന്നാണ് അതിനർത്ഥം. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം or maybe not at all, but no, they will be there when they get the call. No talk of guts and glory, more like protect and serve, a symbol of devotion and respect that they deserve. These are everyday heroes, these men and women in hue, and don't forget the working dogs, they are heroes too.
Know that if you need them, a hero will be near to help you in the darkest times and take away the feet. ഈ ഒരു പോയത്തിൽ പറയുന്നത് വർക്ക് ചെയ്യുന്ന യൂണിഫോം ഇട്ട ഹീറോസിനെ കുറിച്ചാണ് അല്ലേ. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഡോഗുണ്ട്. അവരെപ്പോൾ വിളിച്ചാലും നമുക്കവർ അവൈലബിൾ ആണ്. നമ്മുടെ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനാണ്. ലെറ്റ്സ് എക്സ്പ്ലോർ. ഹു ആർ ദ ഹീറോസ് മെൻഷൻഡ് ഇൻ ദ പോയം? ഏത് ഹീറോസിനെയാണ് ഈ പോയത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? The heroes mentioned are men and women in uniform and working dogs. Men and women, യൂണിഫോം ഇട്ട men and women, അതുപോലെ തന്നെ വർക്കിംഗ് ഡോഗ്സ്, അവരെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. What do these heroes do when they are called? ആ ഹീറോസ് നമ്മൾ വിളിച്ചാൽ എന്ത് ചെയ്യും? They come to help in the darkest times and take away the fear. അവർ നമ്മൾ വിളിച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടുള്ള ആ സമയത്തിൽ വന്ന് നമ്മുടെ ഭയത്തെ മാറ്റിത്തരും. Why do you think the author calls these heroes everyday heroes? എന്തുകൊണ്ടാണ് ഈ ഓഥർ, എഴുത്തുകാരൻ, അവരെ everyday heroes എന്ന് പറഞ്ഞത്? Because they protect and serve without seeking fame or glory and are always ready to help. ഈ പറഞ്ഞ everyday heroes എന്ന് പറഞ്ഞവർ ഏതു സമയവും നമുക്ക് സുരക്ഷ ഒരുക്കുന്നു. അവർ ഒന്നും ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും സഹായിക്കാൻ റെഡിയാണ്. അതുകൊണ്ടാണ് എവരിഡേ ഹീറോസ് എന്ന് പറഞ്ഞത്. ആക്ടിവിറ്റി 1. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. ആ പോയത്തിലുള്ള ആക്ടിവിറ്റിയാണ്. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ, ബട്ട് നോ ദേ വിൽ ബി ദർ വെൻ ദേ ഗെറ്റ് ദ കോൾ. The words all and call end with the same sound. They are rhyming words. ആ പോയത്തിൽ തന്നിരിക്കുന്ന റൈമിംഗ് വേർഡ്സ് ഓൾ, കോൾ, അതായത് ഒരുപോലെ സൗണ്ടിൽ അവസാനിക്കുന്നത്. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം ആൻഡ് റൈറ്റ് ദം ബിലോ. ഇതുപോലെയുള്ള റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹീറോസ്, ഡോഗ്സ്. സർവ്, ഡിസേർവ്. നിയർ, ഫിയർ. ഹ്യൂ, ടു. Meet the hero. We have seen many heroes like soldiers, farmers, police officers, artists and sportsmen. Suppose a police officer from the Janamaitri police station is visiting your school. Prepare some questions to ask him or her. നമ്മൾ ഒരുപാട് ഹീറോസിനെ കണ്ടിട്ടുണ്ട്. ആരൊക്കെയാണ്? സോൾജേഴ്സ്, പട്ടാളക്കാർ, ഫാർമേഴ്സ്, കൃഷിക്കാർ, പോലീസ് ഓഫീസേഴ്സ്, ആർട്ടിസ്റ്റ്, കലാകാരന്മാർ, സ്പോർട്സ്മാൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ. നിങ്ങളുടെ സ്കൂളിലൊരു പോലീസ് ഓഫീസർ, ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസർ വന്നാൽ എന്തൊക്കെയായിരിക്കും ചോദിക്കുക? കുറച്ച് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് യുവർ ജോബ്? വൈ? നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഇഷ്ടമാണോ? എന്തുകൊണ്ട്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ജനമൈത്രി പോലീസ് ഓഫീസർ? എന്തൊക്കെയാണ് ജനമൈത്രി പോലീസിൻ്റെ ഉത്തരവാദിത്വം? ഹൗ ഡു യു ഹെൽപ്പ് പീപ്പിൾ ഇൻ അവർ കമ്മ്യൂണിറ്റി? നമ്മുടെ കമ്മ്യൂണിറ്റി അഥവാ സൊസൈറ്റിയിലുള്ള ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്? വൈ ഡിഡ് യു ബിക്കം എ പോലീസ് ഓഫീസർ? എങ്ങനെയാണ് നിങ്ങളൊരു പോലീസ് ഓഫീസർ ആയത്? അടുത്തത്, വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ് ഡിഡ് യു ഹാവ് ടു ഗോ ത്രൂ? എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്? പിന്നെ വാട്ട് ആർ സം ഓഫ് ദ ചലഞ്ചസ് യു ഫേസ്? നിങ്ങൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ചലഞ്ചസ് എന്തൊക്കെയാണ്? ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു, ദ ബ്രേവ് റാബിറ്റ് ഹൂസ് ഹീറോയിക് ആക്ഷൻസ് സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഈ കഥയിൽ പറയുന്നത് കിച്ചു ആണ്, ബുദ്ധിമാനായ ഒരു മുയൽ. ആ മുയലിൻ്റെ ഒരു ഹീറോയിക് ആക്ഷൻ അവൻ്റെ ഫ്രണ്ട്സിനെ രക്ഷിച്ചു ചില അപകടങ്ങളിൽ നിന്ന്. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദ ട്രിക്ക് ഓഫ് കിച്ചു. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മർച്ചൻറ്റ് ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്. അറിയപ്പെടുന്ന ഒരു പച്ചക്കറി വ്യാപാരിയാണ് കിച്ചു. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ്, കാബേജ്, പംകിൻ, ബിറ്റർ ഗോഡ് ആൻഡ് സ്പിനാച്ച്. എന്തൊക്കെയാണ് കടയിലുള്ളത്? ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റ്, കാബേജ്, മത്തങ്ങ, അതുപോലെ തന്നെ കയ്പ, സ്പിനാച്ച്, ചീര. One day, Chinnu, a little girl, came to his shop to buy some vegetables.
ഒരു ദിവസം ചിന്നു, ഒരു ചെറിയ പെൺകുട്ടി, കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നു. കണ്ടില്ലേ, ചിന്നു സാധനം വാങ്ങാനായിട്ട് വന്നതാണ്. ഹി നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിങ് സംതിങ്. ചിന്നുവിൻ്റെ കയ്യിൽ ഒരു സാധനമുള്ളത് അവൻ കണ്ടു. ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. അവൻ എന്താണ് അതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസൻ ഹാവ് എനി മണി വിത്ത് ഹിം, ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു ആൻഡ് ഗിവ് മീ സം പംകിൻസ്, ക്യാരറ്റ്സ് ആൻഡ് ബീൻസ്. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി I will pay you and take the mirror back. Okay? ചിന്നു said. എന്താണ് ചിന്നു പറഞ്ഞത്? കിച്ചുവിന് അതൊന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു. ചിന്നുവിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന്, അല്ലേ? അപ്പോൾ ചിന്നു പറയാണ്, ഇതൊരു മിറർ, കണ്ണാടിയാണ്, ഇതിവിടെ വെക്കൂ. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ഇപ്പോൾ, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണം, അപ്പോൾ അത് തരണം. അച്ഛന് കയ്യിൽ കാശുണ്ടാവുമ്പോൾ ഞങ്ങൾ ക്യാഷ് തരാം, അപ്പോൾ ഇത് മടക്കി തന്നാൽ മതി എന്നാണ് ചിന്നു പറഞ്ഞത്. കിച്ചു took the mirror from her and carefully placed it in a corner of the shop. He gave her all the vegetables she wanted. Chinnu went back home happily. കിച്ചു ആ മിറർ വാങ്ങി ഷോപ്പിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു. എന്നിട്ട് അവൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം കൊടുത്തു. ചിന്നു സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കിച്ചു took out the mirror and looked. Hey, what is this? Who is this in the mirror? He was pleased to see his own image in the mirror. ആരാണിത് എന്ന് കണ്ണാടിയിൽ നോക്കി ചോദിക്കുകയാണ് സന്തോഷത്തോടെ. Am I so handsome? He wondered. He started dancing with joy. ഞാൻ ഹാൻസം ആണ് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. From then on, every morning he would brush and clean his face. അന്നു മുതൽ എല്ലാ ദിവസവും പല്ല് തേക്കാനും മുഖം വൃത്തിയാക്കാനും തുടങ്ങി. Looking in the mirror, days passed. Kungan Wolf started visiting the little market. He attacked all the animals in the market. അങ്ങനെ മുഖത്തൊക്കെ നോക്കി വൃത്തിയാക്കി കണ്ണാടിയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുങ്കൻ വോൾഫ് എന്ന് പറഞ്ഞാൽ ചെന്നായ ലിറ്റിൽ മാർക്കറ്റ് വിസിറ്റ് ചെയ്തത്. ഹി അറ്റാക്ക്ഡ് ഓൾ ദ എനിമൽസ് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെ എല്ലാ എനിമൽസിനെയും മാർക്കറ്റിലുള്ളതിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. ദ ഡിയർ, റാബിറ്റ്, ഡോങ്കി ആൻഡ് ഓൾ അതർ എനിമൽസ് വർ ടെറിഫൈഡ്. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ഹിസ് അറ്റാക്ക്. അങ്ങനെ മാനും മുയലും കുരങ്ങും മറ്റുള്ള മൃഗങ്ങളും എല്ലാം ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടി. എങ്ങനെയാണ് ഇവൻ്റെ ഈ ആക്രമണത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുക? ദേ സ്റ്റാർട്ടഡ് തിങ്കിങ് ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട്. എല്ലാവരും ചിന്തിച്ചു, പക്ഷേ ആർക്കും അതിനൊരു പരിഹാരം കിട്ടിയില്ല. വൺ ഡേ കുങ്കൻ വോൾഫ് കെയിം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. ഒരു ദിവസം കിച്ചു റാബിറ്റിൻ്റെ ഷോപ്പിലും കുങ്കൻ വന്നു. ഹേ കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. കിച്ചു, നിന്നെ ഞാൻ ഇങ്ങനെ നുറുക്കി കഴിക്കും. ദ എനിമൽസ് വർ ഫ്രൈറ്റൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. എല്ലാവരും പേടിച്ച് ഓടി. സഡൻലി കിച്ചു ഗോട്ട് ആൻ ഐഡിയ. പെട്ടെന്ന് കിച്ചുവിന് ഒരു ഐഡിയ തോന്നി. മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. കൂട്ടുകാരാ, നിങ്ങളുടെ സൂത്രം എൻ്റെ മേൽ പ്രയോഗിക്കണ്ട. ഇഫ് യു വാണ്ട് ടു ലിവ്, ഗോ എവേ ഫ്രം ഹിയർ. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോ. വാട്ട് വിൽ യു ഡു? ദ വോൾഫ് ആസ്ക്ഡ്. നീ എന്തു ചെയ്യുമെന്ന് വോൾഫ് തിരിച്ചു ചോദിച്ചു. ഐ കാൺ ഡു എനിത്തിങ് ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വോൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. ഹി വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്. അപ്പോൾ കിച്ചു പറയാണ്, എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിഗു വോൾഫ് കടയിലുണ്ട്, നിന്നെ കണ്ടാൽ ഇടിച്ച് പൊടിയാക്കും എന്ന് പറയുകയാണ്. വുഡ് യു ലൈക്ക് ടു സീ ഹിം? നിങ്ങൾക്ക് അവനെ കാണണോ? കിച്ചു റാബിറ്റ് ആസ്ക്ഡ്. കിച്ചു റാബിറ്റ് ചോദിച്ചു. യെസ്, ഷോ മീ യുവർ ജിഗു, കുങ്കൻ വോൾഫ് ഡിമാൻഡഡ്. അപ്പോൾ കുങ്കൻ വോൾഫ് പറഞ്ഞു, എനിക്ക് കാണണം, ജിഗുവിനെ കാണണം, കാണിക്കൂ എന്ന് പറഞ്ഞു. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ. കിച്ചു റാബിറ്റ് തിരിഞ്ഞ് ആ കണ്ണാടി മിറർ എടുത്തു. ഹി ബ്രോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുങ്കൻ വോൾഫ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് കുങ്കൻ വോൾഫിൻ്റെ നേരെ പിടിച്ചു. ലുക്ക് ഹിയർ, ഹി ഈസ് ജിഗു, കിച്ചു സെഡ്. നോക്കൂ, ഇതാണ് ജിഗു എന്ന് പറഞ്ഞു. ഓ, വാട്ട് എ ടെറിബിൾ ഫെലോ ഹി ഈസ്. എന്തൊരു അപകടകാരിയായ ഒരാളാണിത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ കുങ്കൻ വോൾഫ് പറഞ്ഞു.
ശരിക്കും കുങ്കൻ വോൾഫ് കണ്ടത് ആരെയാണ്? അവൻ്റെ മുഖം തന്നെയാണ് അല്ലേ? ഇഫ് ഹീ കംസ് ഔട്ട് ഹീ വിൽ ഫിനിഷ് മീ സീയിങ് ഹിസ് ഓൺ ഇമേജ്. ഇവൻ പുറത്തേക്ക് വന്നാൽ എന്നെ ഫിനിഷ് ചെയ്യും എന്ന് സ്വന്തം മുഖം നോക്കി തന്നെ ആ കുങ്കൻ വോൾഫ് പറഞ്ഞു. കുങ്കൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗ്ഗു വോൾഫ്. കുങ്കൻ്റെ വിചാരം ഇത് കറക്റ്റായിട്ടും ശരിക്കുള്ള ഒരു ജിഗ്ഗു വോൾഫാണ് എന്നാണ്. കുങ്കൻ വോൾഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. ഹീ നെവർ കെയിം ബാക്ക് അഗെയിൻ. കിച്ചു ബിക്കെയിം എ റിയൽ ഹീറോ. ഓൾ ദ എനിമൽസ് ബിക്കെയിം ഹാപ്പി. സിപ്പി പള്ളിപ്പുറം. അങ്ങനെ കുങ്കൻ വോൾഫ് ഓടിപ്പോയി പേടിച്ചിട്ട് അല്ലേ? നമ്മുടെ കിച്ചു റാബിറ്റ് അവിടെ ഒരു ഹീറോ ആയി, എല്ലാ എനിമൽസിനും ഹാപ്പിയായി. ഈ സ്റ്റോറി എഴുതിയത് സിപ്പി പള്ളിപ്പുറമാണ്. പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഈവൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഈവൻറ്റ് അണ്ടർ ഈച്ച് പിക്ചർ. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് ഒരു ഹെഡിങ് കൊടുക്കണം. അതുപോലെ തന്നെ അത് എന്താണ് എന്ന് നോക്കി ആ ഈവൻറ്റിന് പറ്റിയ വേർഡ്സ് ഒരു സ്റ്റോറി പോലെ എഴുതണം. ഓക്കെ, ഫസ്റ്റ് പിക്ചർ നോക്കൂ. ടുഡേ ഈസ് പ്രിയാസ് ഫസ്റ്റ് ഡേ ഇൻ എ ന്യൂ സ്കൂൾ. പ്രിയാസ് മോം ഡ്രോപ്സ് ഹെർ അറ്റ് സ്കൂൾ. ഇന്ന് പ്രിയയുടെ ആദ്യത്തെ ദിവസമാണ് പുതിയ സ്കൂളിലെ. അമ്മ അവളെ സ്കൂളിൽ കൊണ്ടുവിട്ടു. പ്രിയ കണ്ടില്ലേ, ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടിയാണ്. മിസ് നീന ഇൻട്രൊഡ്യൂസസ് പ്രിയ ടു ഹെർ ക്ലാസ്മേറ്റ്സ്. ടീച്ചർ നീന അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ തന്നിരിക്കുന്നത് ഒരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഒരു കുട്ടിയുമായിട്ട് അവൾ കളിക്കുന്നതുമാണ്. അപ്പോൾ ആ സെൻറ്റൻസ് എഴുതണം. ആദ്യത്തെ പിക്ചറിൽ പ്രിയാസ് ഫ്രണ്ട് ഹെൽപ്സ് ഹെർ ടു ഗോ ടു ദ ടോയ്ലറ്റ്. പ്രിയയുടെ ഫ്രണ്ട് ടോയ്ലറ്റിൽ പോവാൻ അവളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ്, പ്രിയ ആൻഡ് ഹെർ ഫ്രണ്ട് പ്ലേ ബാസ്കറ്റ് ബോൾ. പ്രിയയും അവളുടെ ഫ്രണ്ടും ബാസ്കറ്റ് ബോൾ കളിക്കുകയാണ്. പ്രിയാസ് ഫ്രണ്ട് പാസസ് ഹെർ ദ ബോൾ. പ്രിയയുടെ ഫ്രണ്ട് അവൾക്ക് ബോൾ കൊടുക്കുന്നു. നെക്സ്റ്റ്, പ്രിയയുടെ കയ്യിലാണ് ബോൾ ഉള്ളത്. അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ അവളെ അഭിനന്ദിക്കുന്നതാണ്. പ്രിയ ത്രോസ് ദ ബോൾ ഇൻ ടു ദ ഹൂപ്പ് ആൻഡ് സ്കോർസ് എ പോയിൻറ്റ്. പ്രിയ ആ ബാസ്കറ്റ് ബോൾ ആ ബാസ്ക്കറ്റിലേക്ക് ഇടുകയാണ്. ഒരു നെറ്റില്ലേ, അതിനെ ഹൂപ്പ് എന്നാണ് പറയുന്നത്. ഹെഡ് മാസ്റ്റർ ഹോണേഴ്സ് പ്രിയ വിത്ത് എ പ്രൈസ്. ഹെഡ് മാസ്റ്റർ പ്രിയയെ ആദരിക്കുകയാണ് ഒരു പ്രൈസ് കൊടുത്തിട്ട്. ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്. ഹിയർ ഈസ് എ വേർഡ് ഗ്രിഡ്. What words can you make from the grid? An example is given for you. Identify the other words and circle them. ഒരു വേർഡ് ഗ്രിഡാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് വേർഡ്സ് കണ്ടുപിടിക്കണം. ആദ്യത്തേത് നോക്കൂ, യൂണിഫോം. ഇനി കുറച്ച് വേർഡ്സ് കണ്ടുപിടിക്കണം നമ്മൾ. ഗ്ലോറി, ഗഡ്സ്, ഇയേഴ്സ്, ഫിയർ, ഡിവോഷൻ, ഹീറോ, റെസ്പെക്റ്റ്, പ്രൊട്ടക്റ്റ്, ഐഡിയ, കോർണർ. ഇതൊക്കെയാണ്. ഇനിയും വേർഡ്സുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. ഓക്കെ ഡിയേഴ്സ്, കംപ്ലീറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആൻഡ് സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.